ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. അതിനുവേണ്ടിയാണ് നമ്മുടെ എല്ലാ കഠിനാധ്വാനങ്ങളും. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര ദിവസം സന്തോഷമായിരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മിൽ പലരെയും സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അതിൻ്റെ എണ്ണം വളരെ കുറഞ്ഞതായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷമുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തൊക്കെയാണ്? നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് ലഭിക്കാത്തതുകൊണ്ടാണോ നമുക്ക് സന്തോഷമുണ്ടാകാത്തത്? നമ്മുടെ സ്വപ്നങ്ങൾ പലപ്പോഴും തടയപ്പെടുന്നതുകൊണ്ടാണോ നമ്മുടെ ഹൃദയം സന്തോഷത്താൽ ഉല്ലസിക്കാത്തത്? നാം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതുപോലെ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ടാണോ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷമില്ലാതെ ഇരിക്കുന്നത്? നാം ആഗ്രഹിക്കുന്നതെല്ലാം ലഭിച്ചാലും നമ്മുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിഞ്ഞാലും നാം പ്രതീക്ഷിക്കുന്നതുപോലെ കാര്യങ്ങളെല്ലാം നീങ്ങിയാലും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സന്തോഷമുണ്ടാകും എന്ന ഒരബദ്ധധാരണ നമുക്ക് വേണ്ട. കാരണം ഇവയൊന്നും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം നൽകുവാൻ പര്യാപ്തമല്ല. നമുക്ക് മുമ്പേ കടന്നുപോയവരുടെ എല്ലാം അനുഭവങ്ങൾ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം ലഭിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? പ്രശസ്തനായ ഇറ്റാലിയൻ കവി ഒരിക്കൽ ഫ്രാൻസിലെ രാജാവായ ചാൾസ് 9 ചോദിച്ചു, ലോകത്തിൽ സന്തോഷവാൻ ആരാണെന്നാണ് അങ്ങ് കരുതുന്നത്? അപ്പോൾ രാജാവ് പറഞ്ഞു, ദൈവം. എന്നാൽ ആ കവി വീണ്ടും ചോദിച്ചു, എന്നാൽ മനുഷ്യരിൽ ആരാണ് ഏറ്റവും സന്തോഷവാനെന്ന് താങ്കൾ കരുതുന്നത്? അപ്പോൾ തന്നെ രാജാവിൻ്റെ മറുപടി ഇതായിരുന്നു, മനുഷ്യരിൽ ആരാണോ ഏറ്റവും ദൈവത്തോട് അടുത്തിരിക്കുന്നത് ആ വ്യക്തിയാണ് മനുഷ്യരിൽ ഏറ്റവും സന്തോഷവാൻ. അതെ, ഏറ്റവും സന്തോഷവാനായിരിക്കുന്ന വ്യക്തി ദൈവം തന്നെയാണ്. അതുപോലെ ആരാണ് ഏറ്റവും ദൈവത്തോട് അടുത്തിരിക്കുന്നുവോ ആ വ്യക്തിയാണ് മനുഷ്യരിൽ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന ആൾ എന്നതിലും സംശയമില്ല. കാരണം ദൈവമാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷത്തിൻ്റെ ഉറവിടം. അവിടുത്തെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എത്രയധികം ഉണ്ടാകുമോ അത്രയും അധികമായിരിക്കും നമ്മുടെ സന്തോഷം. ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ നാം തിരയേണ്ടത് ദൈവത്തെയാണ്. നാം ആഗ്രഹിക്കേണ്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നാം നടക്കേണ്ടത് ദൈവത്തിൻ്റെ വഴികളിലൂടെയാണ്. നാം പ്രവർത്തിക്കേണ്ടത് അവിടുത്തെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നാം അനുകരിക്കേണ്ടത് ദൈവിക മാതൃകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നാം ഏതു ചെറിയ കാര്യം ചെയ്താൽ പോലും നമ്മുടെ ഹൃദയം സന്തോഷപൂരിതമാകും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ജീവിതത്തിലെ പ്രതിസന്ധികളോട് പ്രതികരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിൽ നിന്നും സന്തോഷം ഒരിക്കലും ചോർന്നു പോകുന്നില്ല. യഥാർത്ഥ സന്തോഷത്തിൻ്റെ ഉറവിടമായ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് ജീവിത സന്തോഷം നമുക്ക് അനുദിനം വർദ്ധിപ്പിക്കുവാനിടയാകട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടുതലായി നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സന്തോഷം 100 മടങ്ങായി വർദ്ധിക്കുകയാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 098802221957 എന്ന നമ്പർ ഉപയോഗിക്കുക.